കൈ മുറിഞ്ഞ ഗോയ്സ്. ഏതോ കാട്ടിനകത്തുള്ളൊരു വഴിയാണ് കേട്ടോ. ഏത് വഴിയാണെന്ന് യുവമാർക്ക് തന്നെ അറിയാം. കിട്ടില്ല മഞ്ഞ്, എൻ്റെ അമ്മ രക്ഷയില്ലാതെ മഞ്ഞ്. നോക്കി 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 ഗൈസ്, മലയിൽ പോകുന്നു. മലയിൽ മഞ്ഞ് കാണാൻ പോകുന്നു ഗൈസ്. മഞ്ഞ് 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 ഗൈസ്. ഇതിൽ ഏത് മലയിൽ മഞ്ഞുണ്ടോ അവിടെ കയറാൻ ഐഡിയ അല്ലേ? അതെ അതെ, അവിടെ മഞ്ഞില്ല, അവിടെ ഉണ്ട് ഗോയ്സ്. നമ്മൾ കുരിശുമല കയറുകയാണ്. കയറാൻ അല്ലേ? എങ്ങനെ കുരങ്ങൻ മോട്ടിക്കാതിരിക്കാനാ. ഇവിടെ വെള്ളച്ചാട്ടം പഴയ വീട്. അതെ, ഓ വെള്ളച്ചാട്ടം ഗോയ്സ്. മലവെള്ളം. വാവ്. ഈ ബോർഡിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മാതാമല പോണ ഇതുവഴിയാണ് ഗോയ്സ്. നമ്മൾ മേളിലോട്ട് പോകുന്നു. കുരിശുമലയിൽ നിന്ന് വേറെ ഏതോ മലയിൽ ഇതുവഴിയാണ് മാതാമല പോകുന്നത് അല്ലേ? ഗോയ്സ്, അങ്ങനെ കുരിശുമലയുടെ ഒരു താഴെ എത്തി. സ്റ്റാർട്ടിംഗ് പ്ലേസ് കുരിശുമല തീർത്ഥാടന കേന്ദ്രം. കുരിശ്. നമുക്ക് നടക്കാം. നടന്ന് മുന്നോട്ട് പോകാം. ഇനി ഫുള്ള് നടക്കണം. ഈ സംഭവം വന്നിട്ട് ചുമ്മാ എന്നാൽ പിടിക്കും. മഴ നല്ല ക്ലൈമറ്റ് കാരണമുള്ളതുകൊണ്ട് ജസ്റ്റ് മല കയറാൻ ഇറങ്ങിയതാണ് കേട്ടോ. മല നല്ല മഞ്ഞ് കാര്യങ്ങൾ കാണാം. അപ്പോൾ മഞ്ഞ് കാണാൻ ഇറങ്ങിയതാണ്. 2 ചെറുക്കന്മാർ അമ്മ ജസ്റ്റ് എന്നെ വിളിച്ച് മഴ കാണും, മഴയുള്ളതുകൊണ്ട് മഞ്ഞൊക്കെ കാണും, മഞ്ഞ് കാണാൻ പോകാമെന്ന് പറഞ്ഞ് മലയിൽ കയറിയതാണ് കേട്ടോ. സംഭവം കുരിശുമലയാണ്. കുരിശുമലയുടെ മേളിൽ 2-3 മലകളുണ്ട് തൊട്ടപ്പുറത്ത്. ഗൈസ്, അപ്പോൾ ഏതെങ്കിലും മലയിൽ മഞ്ഞ് കാണും. അപ്പോൾ മഞ്ഞ് കണ്ടിട്ട് അവിടുത്തെ വൈബൊക്കെ എടുക്കാം. എന്ത് പറയുന്നു? നൈസ് വൈബായിരിക്കും. എന്തായിരുന്നാലും കുറേ കയറാറുണ്ട്. അതുകൊണ്ട് അങ്ങ് വരെ കയറണം. ഒരുത്തൻ താഴ്ന്ന് വരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഒരുത്തൻ വണ്ടിയും കൊണ്ട് അങ്ങ് മേളിൽ പോയി. എന്തായിരുന്നാലും നമുക്ക് മഴയൊക്കെ നനഞ്ഞ് ഫുള്ള് മഴയായിരിക്കും. മഴ നനഞ്ഞ് മേളിൽ മഞ്ഞ് ചെറുതായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ മഞ്ഞ് കണ്ടോ? ഇതുപോലത്തെ മഞ്ഞ് കാണും. തോണ്ടതിക്കുന്നു ഓടിച്ചാടി കയറിയാണ് ചത്ത് നിൽക്കുന്നു. അമ്മീ നമുക്ക് വയ്യ. കുറേ ദിവസം കൊണ്ട് നടക്കാത്തതായിരിക്കും. കാലൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട്. ആടാ മഞ്ഞടിച്ച്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെയൊക്കെ മഞ്ഞ് കാണുന്നു. എന്ത് കായ, എന്തോ ഒരു നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഈ കുരിശിൽ വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഒരു മണി ഉണ്ട്, കുരിശ് മണി. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ വിഷയം വ്യൂ. വാവ്. ഓക്കെ, മഞ്ഞ്. എടാ പതുക്കെ പോടാടേ. ഉമ്മർക്കൊക്കെ മഞ്ഞ് കാണാൻ ആക്രാന്തമാണ്. ഓടി പോകുന്നു. അവൻ ഫ്രണ്ടിൽ നിന്ന് പോകുന്നതിന് മഞ്ഞ് കണ്ടേ പറ്റും. അവൻ ആക്രാന്തമാണ്, അതാണ് ഓടി പോകുന്നത്. നമുക്ക് പതുക്കെ കണ്ടാൽ മതി. അതാണ് നമ്മൾ പയ്യെ പോകുന്നത്. അത് പോയിട്ട് നമുക്ക് നടക്കാൻ വയ്യ, അതുകൊണ്ട് കൂടെയാണ്. അയ്യോ, ഒരു മലയെണ്ണം എന്തുകൊണ്ടാണ് പോകണം. അതാ പോയി കാട്ടിനത്. നൈസ് വ്യൂ ആണ് കേട്ടോ. കയറി പകുതി എത്തിയതേ ഉള്ളൂ. പകുതി എത്തിയില്ലേ? ഇനിയുണ്ടോ? ഓ മൈ ഗാഡ്. അതിനിടയ്ക്ക് നല്ല വ്യൂ കിട്ടി കേട്ടോ. കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവനെന്താ റബ്ബർ പാല കുടിക്കുന്നു, ചാടി പോയി. ഓ എന്നാ മഞ്ഞ് നോക്കിയേ. മഞ്ഞ് കയറി വരുന്നില്ലേ? മഞ്ഞ് താഴേന്ന് വരുന്നു കണ്ടോ? മഞ്ഞ് താഴെന്ന് പറഞ്ഞടാ. കിടക്ക് ഇങ്ങനെ താഴേന്ന് വീട്ടിൽ കണ്ടോ? പക്ഷേ അവിടെ നിന്ന് മഞ്ഞ് ഇങ്ങനെ കയറി പോകുന്നത് കാണാൻ പറ്റും. അടിപൊളി കേട്ടോ. ചെറിയ മഴയും പൊടിയുന്നുണ്ട്, നല്ല മഞ്ഞ് വരുന്നുണ്ട്. മേലോട്ടൊക്കെ നല്ല മഞ്ഞ് കേട്ടോ. അടിപൊളി. എൻ്റെ മോനെ പൊളി. താഴോട്ടൊക്കെ നോക്കി നല്ല മഞ്ഞ്. അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. കണ്ട അവിടെ ഒരു മലയുള്ളതാണ്, അതൊന്നും കാണാൻ പറ്റില്ല. മേലോട്ട് നോക്കി കിടു തന്നെ, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് മേളിൽ കയറാം, ടോപ്പിൽ കയറാം. എൻ്റെ അമ്മേ നോക്ക്, കാട്ടിലൊക്കെ മഞ്ഞ് കയറി. വയസ്സ് ഇങ്ങനെ വന്ന് തളർന്നിരിക്കുകയാണ് കേട്ടോ. നല്ല മഞ്ഞാണ്. അതെ. പിന്നെ വേറെ കൈ മുറിഞ്ഞ ഗോയ്സ്. അങ്ങനെ പറഞ്ഞേ മലയിൽ ചാടിക്കയറി. അയ്യോ ഗോയ്സ്, നമ്മൾ തളർന്നിരിക്കുകയാണ്. അയ്യോ, ഓ ആ സൈഡൊക്കെ നല്ല മഞ്ഞ. അമ്പോ, ഗൈഡാണോ? വഴി അറിയാവോ?
അതെ അതെ അതെ. വാവ്, നല്ല വ്യൂ. എൻ്റെ അമ്മേ, നല്ല രസം കേട്ടോ. വെള്ളം പിന്നെ സൗണ്ടും. പോയി ഇതുവഴി കയറി വന്നിട്ട് ഏതോ കാട്ടിനകത്തുള്ളൊരു വഴിയാണ് കേട്ടോ. ഏത് വഴിയാണെന്ന് യുവമാർക്ക് തന്നെ അറിയാം. എൻ്റെ അമ്മേ, ഏതൊരു കുഞ്ഞ് കാട് വഴിയാണ് കേട്ടോ. സൈഡിൽ കൂടെ പുരുഷരെ ഫുള്ള് കയറണ്ട, അതിനിടയിൽ കൂടെ ഏതോ ഒരു കാട്, ചെറിയൊരു വഴി ഉണ്ടാവണം. കാട്ടിൽ കയറി പോകണം ഗൈസപ്പോൾ. എവിടെ ചെന്നെത്തുമെങ്കിൽ ബാക്കി കാണിച്ചു തരാം. എൻ്റെ അമ്മേ, എൻ്റെ പാമ്പും പഴുതാരും ഉണ്ടാകുന്നോ. എൻ്റെ അമ്മോ, എനിക്ക് സ്റ്റാമിനയൊക്കെ കുറഞ്ഞു കേട്ടോ. അയ്യോ മരിച്ച്. എൻ്റെ അമ്പോ പോണ്ട പോണ്. ഇതിനകത്ത് വഴിയടാ ഇതൊക്കെ. ഇതിവിടെ ചെന്നെത്തുമെന്തോ. ഇത് വഴി തന്നെ എന്തോ. മഴവെള്ളം ഒലിച്ചു വരുന്ന വഴി പോലെ ഉണ്ട് കണ്ടോ. ആൾക്ക് നടന്നു പോകേണ്ട വഴിയല്ലെന്തോ. ഇവന്മാരിത് ഇവിടെ പോകണമെന്തോ. എൻ്റെ അമ്മേ, വല്ല വഴിയും അറിയാമെന്തോ. അതുകൊണ്ടാ കയറിപ്പോണ സൈഡിൽ കൂടെ ഒക്കെ. എൻ്റെ അമ്മോ, നല്ല ഹൈറ്റിൽ എത്തിയാട്ടോ നമ്മൾ. ഉള്ളതല്ലേ, നല്ല വ്യൂ ആണ്. അടിപൊളി. നോക്കിപ്പോവും. നല്ല പാമ്പാ പഴുതാരൊക്കെ കാണാം. നോക്കിപ്പോ. മഴയായോണ്ടേ ഉരുണ്ട് കിടക്കും. അയ്യോ, ഞാൻ ഫ്രണ്ടിൽ നിന്നില്ലേ. എനിക്ക് വഴി അറിഞ്ഞൂടാ. വഴി എൻ്റെ ആയി. പക്ഷെ വഴി കണ്ടുപിടിക്കൂ. താഴെ കൂടെയാണോ മേളിൽ കൂടെയാണോ? തിരുത്തിരി വഴി. പ്രകൃതിയുടെ സൗണ്ട്. ഈ വഴി വന്ന് ഇവിടെ എത്തി. ഒരു കൂറ്റം മല, കുരിശുമലയാണ് കേട്ടോ. നല്ല മഞ്ഞുണ്ട് അവിടെ. താഴോട്ട് നോക്കിയാൽ നല്ല മഞ്ഞ്. പ്രകൃതിയുടെ സൗണ്ട്. ഗിരി 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 ഗിരി. ഇപ്പം ചുമ്മാര സൗണ്ടല്ല, അല്ല പ്രകൃതി സൗണ്ട് ഉണ്ട്. പേടിച്ചു. കാട്ടുപന്നി ആയിരിക്കടാ. സൗണ്ട് ഉണ്ടെങ്കിൽ കാട്ടുപന്നിയാണ്. നോക്കിപ്പോ. അത് പാമ്പായിരിക്കും. മഞ്ഞുണ്ടേ. ഏ പേടിത്ത് പറയും. അതെ കിടുക്കുകയാണ് കേട്ടോ. ഓ, അതിന്റെ മേളിൽ പോവല്ലേ. അടിപൊളി. ഇവിടെ കിടില മരം നിൽക്കണ അവിടെ. ഒരു കുഞ്ഞ് മിനിയേച്ചർ മരം. എൻ്റെ അമ്മ ഇഷ്ടം ജീവട്ടാ. ഓ മൈ ഗോഡ്. അപ്പുറത്തും ഇപ്പുറത്തും കൊക്കയാണ് കേട്ടോ. ഡെസ്റ്റിനേഷൻ തുടങ്ങിയാണ്. അമ്മ പോണ വഴിയൊക്കെ നൈസ് കേട്ടോ. നല്ല മണം, പുല്ലിൻ്റെ മണം. ഓ, അവിടെയൊക്കെ ഒരു മലയുണ്ട്. ഒന്നും കാണാൻ പറ്റില്ല. പോയി കിടിലം. ഒരു രക്ഷയില്ല. അതെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇരുന്നത്. അടിപൊളി. ഓമ്പോ, പൊന്മുടി അടച്ചോണ്ട് അവിടത്തെ മഞ്ഞ് ഇവിടെ എത്തിയെന്ന് തോന്നേട്ടാ. ചെറുപ്പ് ചേർക്കും. ഓയ്യോ, പൊളി. രക്ഷയില്ല. ഗൂയ്സ് അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഏറ്റവും താഴോട്ടൊന്നും കാണാൻ പറ്റില്ല. ഫുള്ള് കുട. രക്ഷയില്ലാത്ത മഞ്ഞ്. ഇതെന്താ നാട്ടിലെ നവരയില പോലെ ഉണ്ടല്ലോ. മണം അത് തന്നെ കേട്ടോ. ചെറിയ നവരയില പോലത്തെ. ഹൈ, നല്ല പൂ. രക്ഷയില്ലടാ. എൻ്റെ അമ്മ, ഗുണ കേവ് പോലെ ഉണ്ട് കേട്ടോ. ഗുണ കേവ്. എൻ്റെ അമ്മ, നല്ല തണുത്ത കാറ്റ്. രക്ഷയില്ല. മഞ്ഞൊക്കെ അവിടെ നിന്ന് അടിച്ച് കയറി വരുന്നു. പൈസ അപ്പുറത്താരോ നിന്ന് കൂന്ന് കേട്ടോ. അതാണ് നമ്മളിവിടെ നിന്ന് കൂവ് വിളിക്കുകയാണ്. മഞ്ഞ് മാറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹൊയ് കുരിശുമല കണ്ടോ. ഇവിടെയാണ് കുരിശുമല. ഓയ് പൈസ നമ്മൾ ടോപ്പിലെത്തി. മഞ്ഞ് കയറി നമ്മൾ ടോപ്പിലെത്തി കേട്ടോ. ഇനി എന്തായാലും ഇവിടുത്തെ കുറച്ച് വ്യൂവും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് കുറച്ച് ചില്ലൊക്കെ വൈവൊക്കെ അടിച്ചിട്ട് വരാം. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. മഞ്ഞ് നോക്കിയേ, കിടില്ല മഞ്ഞ്. എൻ്റെ അമ്മ,
രക്ഷയില്ലാതെ നോക്കി നോക്കി നോക്കി. അടിപൊളി അടിപൊളി. കാറ്റടിക്കണേ നമ്മളങ്ങ് താഴെ പോകും അല്ലേ? ഉറപ്പാണ്. ഉറപ്പായിട്ടും. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലല്ലോ. കാറ്റടിച്ചാൽ പറന്നു പോകാതിരിക്കാൻ വേണ്ടി കല്ലൊക്കെ എടുത്തിരിക്കുന്നു. ബുദ്ധിമാൻ. വാവ് വാവ്. അങ്ങോട്ട് പോകും. അവിടെ പോകണമെന്നാണ് പറയുന്നത് അല്ലേ? വഴിയുണ്ടോ പോവാം. വാ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത വൈബ് കേട്ടോ. ആദ്യമായിട്ടാണ് വരുന്നുണ്ട് കേട്ടോ. ഇവന്മാരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് കഴിയാറും കൂടെ മൂത്ത് പോയാൽ ആ ഒരു രക്ഷയില്ല. താഴോട്ടൊന്നും ഒന്നും കണ്ടുകൂടാ. പറന്നു പോവാം. എൻ്റെ അമ്മ വാ വാ വാ. അമ്മ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കും കേട്ടോ. കണ്ടോ വ്ളോഗ് എടുത്തോണ്ടിരിക്കും. വ്ളോഗല്ല റീൽസൊക്കെ എടുത്തോണ്ടിരിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചിട്ടൊക്കെ വരാം. അയ്യോ തളർന്നു. എന്തായാലും താഴെ നടന്നു വന്നതിൽ പ്രയോജനമുണ്ട് കേട്ടോ. ഇത്രയും ദൂരം നല്ല വൈബ് നല്ല വ്യൂവും നല്ല കോടയുണ്ട് കേട്ടോ. എന്തായിരുന്നാലും കയറി വന്നതിന് ലാഭമുണ്ട്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടിപൊളി മരകം. ഓ മൈ ഗാഡ് പൊളി. എൻ്റെ അമ്മ ഇത് നേരെ താഴെ എത്തിയിട്ടോ. അല്ലെ അടുത്തൊരു വ്യൂ എന്തെങ്കിലും വരുമ്പോഴേക്കും കാണാം. അതുവരെ ഓക്കെ ബൈ. ഒരു രക്ഷയില്ല കേട്ടോ. കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര വൈബ് കേട്ടോ. അടുത്തൊരു വീഡിയോ കാണിച്ചിട്ട് നിൽക്കി ഒരു മിനിറ്റ്. എൻ്റെ അമ്മയെ നോക്കി പൊട്ടന്മാർ വരെയാണത് വഴി. നോക്കി ഒന്നും കാണാൻ പറ്റില്ല. കോട. എൻ്റെ അമ്മേ കിട്ടു. എൻ്റെ അമ്പോ. ഓ മൈ ഗോഡ്. ഒന്നും പറയല്ല വൈബ്. ഓമ്പോ അതെ ഇജാതി മഞ്ഞ് ഇവിടെ കണ്ടിട്ടില്ലല്ലേ? സ്പോട്ടാണ്. അതെ പുതിയ വ്ളോഗറാണ്. വളർന്നു വരുന്ന വ്ളോഗേഴ്സാണ് നമ്മൾ ഗൈസ്. ഞാനും അതെ കുഞ്ഞു മരം നിൽക്കണതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ മരവും ദോമരവും നല്ല രസമുണ്ട്. മിനിയേച്ചർ മരം പോലെ. നല്ലൊരു പൂ കേട്ടോ. കൂടുതൽ കേസിങ്ങനെ ഇവിടുത്തെ വൈബെല്ലാം കഴിഞ്ഞ് ഇനി താഴോട്ട് ഇറങ്ങാൻ പോകണം. ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി താഴെ പോയിട്ട് താഴത്തെ പരിപാടി എന്താണ് സംഭവമില്ല. താഴെ പോയിട്ട് കാണിച്ചിടാം. ഇനി കഷ്ടപ്പെട്ട് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ഇപ്പോൾ സമയം വന്നിട്ട് നല്ല ലേറ്റായി കേട്ടോ. ഇനി താഴോട്ട് ഇറങ്ങാൻ ഒരു മണിക്കൂർ എടുക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോകണം. ഓക്കെ താഴെ പോയിട്ട് കാണാം. ശരിയെന്നാൽ താഴെ പോയിട്ട് കാണാം. ബൈ അപ്പോൾ താഴെ ഇറങ്ങാം അല്ലേ? യോ പോയി ഗൂയ്സ്. ഇവിടുത്തെ വൈബെല്ലാം കഴിഞ്ഞത് താഴോട്ട് ഇറങ്ങണേ. സമയത്തിന് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ഇരുട്ടും. അയ്യോ വീണു ഗൈസ്. ചെറുതായിട്ടൊന്ന് വീണു. ചെരുപ്പൊന്ന് പൊട്ടി. അയ്യോ ഇനി അങ്ങനെ താഴോട്ട് ഇറങ്ങുന്നുണ്ടോ? ചെരുപ്പ് കൈ പിടിച്ചിട്ട് ഇറങ്ങാം. കൊച്ചു ചെറുതായിട്ട് മൂഞ്ചി. ചെരുപ്പ് പൊട്ടി വന്ന് വീണു. അയ്യോ പിന്നെ ചെരുപ്പില്ലാതെ നടക്കണം. എൻ്റെ അഭിഭാഷ ഇളവി ഗൈസ്. എൻ്റെ അഭിഭാഷ ഇളവി ഗൈസ്. ഇനി പൊട്ടിപ്പിക്കണം. ഇളവിപ്പോയി. അഭിഭാഷ ചതിച്ചു ഗൈസ്. ഇനി ചെരുപ്പ് കയ്യിൽ പിടിച്ചോണ്ട് നമുക്ക് ഇങ്ങനെ ഇറങ്ങാം. ചറക്കി വീണ് ചാവാതെ താഴെ എത്തിയ ഭാഗ്യം. ഇനി താഴെ എത്തിയിട്ട് കാണാം. അമ്മേ നല്ല ചറക്കണ ഏട്ടാ. മുള്ളാണ്. നല്ല ചറക്കുന്നുണ്ട് ഗൂയ്സ്. നമ്മളത് ഇറങ്ങിയാണ് കേട്ടോ. ഇറങ്ങിയപ്പോഴേക്കും നല്ല കോട കേട്ടോ. കയറിയപ്പോൾ ഇത്ര ഇല്ലായിരുന്നു. എന്നാലും ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ കോട ഇറങ്ങി കേട്ടോ. എന്താണെന്ന് നമ്മൾ കുരിശുമലൊക്കെ ഈ വഴിയാണ് കേട്ടോ. ഈ നല്ല മഞ്ഞ. എൻ്റെ മുന്നേ രക്ഷയില്ല കേട്ടോ. മേലോട്ട് കുറവ് താഴോട്ട് നല്ല രീതിയിലുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ എത്ര മണി? 5:30 ആയി കേട്ടോ. 5:30 ആയപ്പോഴേക്കും നല്ല മഞ്ഞുണ്ട്, നല്ല കൂടെയുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല. അത് ഭയങ്കര നോക്കി ഒരു രക്ഷയില്ല മാൻ. നമുക്കിനി താഴെ പോയിട്ട് കാണാം. ഇതൊക്കെ പറഞ്ഞു തളർന്നു വരുന്നു. ഏകദേശം അങ്ങനെ താഴെ എത്തിയിട്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. മറ്റേ ചക്കന്മാരൊക്കെ അതായിരിക്കുന്നു കേട്ടോ. ഒരുത്തും തോണ്ട വരുന്നു, ഒരുത്തും ഇതായിരിക്കുന്നു. നമ്മളിങ്ങനെ താഴെ എത്തി. ഇവിടെ വണ്ടിയൊക്കെ മേളിലാണ് ഇരിക്കുന്നത്. അത് വണ്ടി എടുത്തുകൊണ്ട് ഇതുവഴി ഇങ്ങനെ കറങ്ങി അങ്ങ് പോകണം. സംഭവം വേറെ ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം വന്നിട്ട് പറഞ്ഞ് അവിടെ മലയിൽ കയറാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ് കേട്ടോ. വന്ന് നല്ലൊരു വൈബ് കാര്യങ്ങളൊക്കെ കിട്ടി. പൊളിച്ച് ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞു കേട്ടോ. ഇനി എന്താണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഇങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി കിടന്നുറങ്ങുക. വൈബെല്ലാം കഴിഞ്ഞായിരുന്നു. ഇനി അടുത്ത് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ്. എനിക്ക് സബ്സ്ക്രൈബ് ഫോളോ കാര്യങ്ങളെല്ലാം കുറവാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ. ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. പുതിയൊരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. ഇപ്പോൾ കാണാം.